നമ്മൾ ആ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻ നമുക്ക് മറ്റുള്ളൊരാൾ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അത് ഉൾക്കൊണ്ട് അത് അഭിനയിക്കുമ്പോഴേ വേറൊരാൾക്ക് എത്തുള്ളൂ. ജോയിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ അമ്മ എന്താ അവസ്ഥ എന്ന് ആർക്കും അറിയില്ല. എല്ലാവരും മറന്നു. അതായത് പുതിയ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും അതിൻ്റെ പിന്നാലെ പോയി. ആരും ഓർക്കുന്നില്ല. ആ അമ്മയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത്. അമ്മ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ജോയിക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയാണ്, അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച ജോയിയാണ്. നമ്മൾ ജനങ്ങൾ തന്നെയാണ് അയാൾ മരണത്തിനൊരു കാരണം. ഒരു സമയം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് വൃത്തിയാക്കണം ഓർക്കുന്നത്. മുമ്പേ ചെയ്താണെങ്കിൽ ഇങ്ങനെ ഒരാൾ മരിക്കില്ലായിരുന്നു. കണ്ടുനിന്നവരെയും കണ്ണീരണിയിച്ച പ്രകടനത്തിന് ഒടുവിൽ നിറഞ്ഞ കയ്യടി. അമ്മയും മകനും തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ഒരു ഇമോഷൻ ബോണ്ട്, അത് നല്ല ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ജോയ് വെറും 1500 രൂപ കൂലിക്ക് വേണ്ടിയിട്ടാണ് ഈ ആമേജൻ തോട്ടിൽ മാലിന്യം വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അത്രയും ദാരിദ്ര്യം ഇതിൽ കാണിക്കുന്നുണ്ട്. നല്ലോണം നല്ലൊരു ഇത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 5 മാസമാകുന്നു പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തെത്തി ഇവിടുത്തെ കഥ തന്നെ പ്രമേയമാക്കുമ്പോൾ അത് അധികാരികൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. മടങ്ങും മുൻപേ ജോയിയുടെ അമ്മയെ കൂടി കാണണം. തങ്ങൾക്ക് കിട്ടിയ എ ഗ്രേഡിനുമപ്പുറം ആ ആവിഷ്കാരത്തിന് പൂർണ്ണത വരുന്നത് അപ്പോൾ മാത്രമാണ്.